ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും നബിദിന ആശംസകൾ കേട്ടോ. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. നമ്മൾ മുത്തുനബി ജനിച്ച ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നബിദിന വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ ഷാലു മദ്രസക്ക് പോയിട്ട് ഷാലുവിന് ദഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൻ്റെ ഈ ദഫിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഓന് സൈക്കിളും അങ്ങനെ പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതാ ഷേസു ബേബി രാവിലെ തന്നെ എണീറ്റിക്കണു. റയ്യു ബേബി ഇതാന്ന് രാവിലെ തന്നെ എണീറ്റിക്കണു കേട്ടോ. റയ്യു ബേബിയൊക്കെ ഇന്നലെ നേരത്തെ കടന്നിക്കണു. ഷേസു ബേബി തന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എണീറ്റു കേട്ടോ. പിന്നെ ഇതാ രാവിലെ തന്നെ റയ്യാനെ കുളിപ്പിച്ച് കൊടുത്ത് ഡ്രസ്സ് മാറ്റി കൊടുത്തു. അതുപോലെ ഷേസു ബേബീനെ ഒന്ന് മേലെക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അങ്ങനെ സെറ്റായിട്ടോ. പിന്നെ ദോശ ഉമ്മ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഷാലും കഴിച്ചു. പിന്നെ ഇതാ ഞാനും ഷേസു ബേബിക്കും കൊടുത്തു, റയ്യൂനൊക്കെ കൊടുത്തു കേട്ടോ. ഞാനും തന്നെ ദോശ കഴിച്ചു. ഇപ്പം രാവിലെ തന്നെ ആവുകൊണ്ട് വലുതാ അങ്ങനെ തോനൊന്നും നല്ലോണം വിശക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചിട്ട് ഇനി വിശക്കുന്നുണ്ടെങ്കിൽ വന്നിട്ട് കഴിക്കാന്നുള്ള രീതിയിലാട്ടോ കഴിച്ചത്. അപ്പോൾ അതാ പോണീൻ്റെ മുന്നേ നമ്മൾ പരിപാടി കാണുന്നതിൻ്റെ മുന്നേ അതാ ഷേസു ബേബിക്ക് 2 നേരം ആവി പിടിക്കാണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാട്ടോ. ആൾക്കാണെങ്കിലോ ഇടയ്ക്ക് ഭയങ്കര വാശിയാണ്, ഇടയ്ക്ക് ഭയങ്കര കുറുമ്പുമാണ് കേട്ടോ. ഓനിക്ക് നല്ല ഇഷ്ടമുള്ള ടൈമാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ഇഷ്ടമല്ലാത്ത ടൈം ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര കുറുമ്പ് കാട്ടിങ്ങാണ്ടാണ്. അങ്ങനെ ഷേസു ബേബിനെ ആവിയൊക്കെ പൊടിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ പെരയിൽ നിന്ന് ഇറങ്ങിക്കണത്. കാരണം രാവിലെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴ ഇങ്ങനെ മൂടിങ്ങാണ്ട് നിൽക്കായിരുന്നു. മഴ ചെറുതായിട്ട് പെയ്യും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ മഴ ഒന്നും ഇങ്ങോട്ട് എന്താ പറയുക കമ്മിയായപ്പോൾ ഞങ്ങൾ ദഫ് അവിടെ ഉണ്ടാവേണ്ട സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങളവിടെ. അപ്പോൾ അവിടെ കളിക്കലുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ടോ. അങ്ങനെ ഇതാ ദഫും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയൊക്കെ നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള ദഫുകളാണ് കേട്ടോ. പിന്നെ അധികം ഒന്നും കളിച്ചിട്ടില്ല, കാരണം ഈ മഴ ആയ കാരണം തന്നെ ഓൾക്ക് ഓരോ സ്ഥലത്ത് കൂടെ പോകേണ്ടി വരുമല്ലോ ജാഥ. അപ്പോൾ അതുകൊണ്ട് തോനൊന്നും കളിച്ചിട്ടില്ല, കുറച്ച് എന്തായാലും അവിടെ കളിച്ചു കേട്ടോ. കളിച്ചത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതാ അത് കഴിഞ്ഞ് നമുക്ക് എന്താ പറയുക പായസം കൊടുന്നാന്നീന്ന് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചേരുന്നതായിട്ട് അവിടെ പായസം കൊടുത്തപ്പോൾ അവിടുന്ന് കൊടുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നബിദിനത്തിന് നമ്മൾ ഓരോ ചീരിനിക്കൊക്കെ പൈസ കൊടുക്കുമല്ലോ. അപ്പോൾ കാക്ക അവിടെ കൊടുത്തപ്പോൾ അപ്പോൾ നമുക്ക് കൊടുന്നതാണ് കേട്ടോ പായസം. അപ്പോൾ പായസമൊക്കെ വന്ന് കുറച്ച് നേരം ഞങ്ങൾ വന്നപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഞാനും ഉമ്മയും കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ബാത്റൂമൊക്കെ കഴുകിയിട്ട് ഒക്കെ നമ്മൾ പിന്നെ ഒരു ഗ്ലാസ് പായസം എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ ഇതാ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നീറ്റാക്കി വെച്ചു. പിന്നെ കുറച്ച് ബുക്കുകളൊക്കെ നേരാക്കി വെക്കാണ്ടായിരുന്നു, അതൊക്കെ നേരാക്കി വെച്ചു. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ അതിലും ഇടാണ്ടായിരുന്നു കേട്ടോ. നല്ല കുറച്ച് ചെറിയ നനവൊക്കെ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ മഴക്കാലം ആവുകൊണ്ട് എവിടോട്ട് ഉണക്കാനും സ്ഥലമില്ല, എവിടെ ഇട്ടാലും ഉണങ്ങി കിട്ടാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരുമ്പി കഴിഞ്ഞാൽ ഇതാ ഇവിടെ പുറത്തെ കോലായിയാണ്, ഈ പുറത്തൊരു തിണ്ടാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് എന്താ പറയുക അയലുകളുണ്ട്, അവിടെ തിരുമ്പിയിട്ട് ഡ്രസ്സ് ഇടും. പിന്നെ അവിടുന്ന് ഒന്ന് വെള്ളം വാർന്ന് കിട്ടിയാൽ നമ്മൾ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇടാട്ടോ ചെയ്യൽ. അപ്പോൾ അവിടുന്ന് ഡ്രസ്സുകൾ കുറച്ച് എന്താ പറയുക ഇവിടുന്ന് കുറച്ച് ഉണങ്ങിയത് അവിടെ കൊണ്ടുപോയിടും. അങ്ങനെയൊക്കെ കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ് കേട്ടോ.
നമ്മൾ പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ഒന്നിനും വയ്യട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അലർജി ഒക്കെ ഉണ്ട്. കുട്ടികൾക്കും വയ്യ. അതുകൊണ്ട് തന്നെ കുറച്ച് വിട്ട സ്ഥലത്തും കളിക്കലുണ്ട് ട്ടോ. ഞങ്ങൾ കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ചിങ്ങട് പോയാൽ അവിടെയും കളിക്കലുണ്ട് ട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ പരിപാടി കാണലുണ്ട്. ഇപ്രാവശ്യം അതൊന്നും കണ്ടിട്ടില്ല. കാരണം വയ്യാത്തതുകൊണ്ട് കുട്ടികൾക്കും വയ്യ. അപ്പോൾ പിന്നെ അവിടുത്തെ കളി കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു ട്ടോ. അവിടുന്ന് ചീരിന് ഞങ്ങൾക്ക് ഹോർലിക്സ് ആയിട്ടും പിന്നെ ബിസ്ക്കറ്റ് ഒക്കെ കിട്ടി ട്ടോ. പിന്നെ ഷാലു മദ്രസയിൽ വന്നപ്പോൾ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുന്നിരുന്നു ട്ടോ. ചീരന് കൊടുന്നിരുന്നു. കുറേ ബിസ്ക്കറ്റും കേക്കും ഒക്കെ കൊടുന്നിരുന്നു ട്ടോ. അങ്ങനെ നമ്മൾ അടിക്കലും തുടക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മളിതാ ഈവനിങ് ഷേജ് ബേബിക്ക് കുറച്ച് അമൃതമല്ല ട്ടോ സോറി കോറക്കുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. കോറ ഞാൻ കുറച്ചിങ്ങനെ അധികം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനി നാളേക്ക് വേറെ ഇടണം. അപ്പോൾ കുറച്ച് പാലുണ്ടായിരുന്നു. പാലും തിളപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. ഞാൻ ഈ പീടികയിൽ നിന്ന് 2 പാക്കറ്റ് പാലൊക്കെ കൊണ്ടുവരുമ്പോൾ അത് തിളപ്പിച്ച് വെക്കും കേട്ടോ. അഥവാ ഇനി കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും ഇങ്ങനെ തിളപ്പിച്ച് വെച്ചാൽ ഒരു 3-4 ദിവസം നമുക്ക് എടുത്ത് യൂസ് ആക്കട്ടെ. പെട്ടെന്ന് കേട് വരില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക നബിദിനമൊക്കെയായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. നല്ല സന്തോഷം റാഹത്തൊക്കെ ഉണ്ട്. നമ്മൾ നബി ജനിച്ച ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും സന്തോഷിക്കേണ്ട ദിവസം തന്നെയാണ്. നമ്മൾ എന്താ പറയുക അത്രയും നമുക്ക് ഈ പാട്ടും ദഫൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. സന്തോഷം സമാധാനം ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ ഷേതു ബേബിക്ക് അത്യാവശ്യം കുറുമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഈ വയ്യാതെ ഇരിക്കുമ്പോൾ ആൾക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല കുറുമ്പാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾ ഇങ്ങനെ ചെറുതായിട്ട് പാടി കൊടുക്കും. ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ ഓനെ എങ്ങനെയൊക്കെ കഴിപ്പിച്ചു ട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അതൊക്കെ മോറിയിട്ട് ഞാൻ വെക്കുകയാണ്. പിന്നെ നമ്മൾ രാത്രി പരിപാടിക്ക് പോണില്ല വെച്ചിട്ടാട്ടോ. ഇപ്പോൾ ഇവിടെ മദ്രസയിൽ 2 ദിവസമാട്ടോ പരിപാടി ഉള്ളത്. ഫസ്റ്റത്തെ ദിവസം എന്താ പറയുക 1 മുതൽ 4 വരെ അങ്ങനെയും പിന്നെ 5 മുതൽ 9, 10 വരെയുള്ള കുട്ടികൾ രണ്ടാമത്തെ ദിവസമാണ് ട്ടോ. പിന്നെ ഷാരൂൻ്റെ ദഫും പാട്ടൊക്കെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ പിന്നെ ഈ നമുക്ക് കാണാൻ പൂതില്ലായിട്ടല്ല ട്ടോ. പരിപാടി കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഷേതു ബേബിനോട്ട് പോകൽ നടക്കൂല ട്ടോ. റയ്യാനിപ്പോൾ കുഴപ്പമില്ല. ഷേതു ബേബി പക്ഷേ ഉറങ്ങുകയാണെങ്കിൽ പ്രശ്നമല്ല. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആൾ എവിടെയും ഒതുങ്ങിയിരിക്കൂല ട്ടോ. അങ്ങനെ ഇതാ നമ്മളൊരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. ഈ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പോലെയാണ് കേട്ടോ. ഒരു സുഖം കിട്ടണമെങ്കിൽ ചായ കുടിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്നവരൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ.